ഏത് വീട്ടിലാണ് ഒരു 2-3 ഉരുളക്കിഴങ്ങോ കുറച്ച് ഗരം മസാല, മല്ലിയില, കുറച്ച് ജീരകപ്പൊടിയൊക്കെ എടുക്കാനില്ലാത്തതല്ലേ? അങ്ങനെ വളരെ കുറച്ച് ചേരുവകൾ മാത്രം കൂട്ടി നല്ല ഒന്നാന്തരം ഒരു ഈവനിങ് സ്നാക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കിയാലോ? ഇന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് നല്ലൊരു സ്നാക്കാണേ. ആലു ടിക്കി എന്നാണ് പറയുന്നത്. തയ്യാറാക്കാൻ വളരെ എളുപ്പവും എന്നാലും ആർക്കും ഇഷ്ടമാവാതെ വരികയില്ല. ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. ഞാൻ നല്ല വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അതായത് മീഡിയം വലിപ്പത്തിൽ ഒരു 4 ഉരുളക്കിഴങ്ങെങ്കിലും വരും. ഇത് ഒരു 4-5 വിസിൽ പ്രഷർ കുക്കറിലൊന്ന് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് പീൽ ചെയ്ത് കളയണേ. ഈ ഉരുളക്കിഴങ്ങ് ഇപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പൊട്ടറ്റോ മാഷ് ചെയ്യുന്ന ഈ ഒരു മാഷർ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഉടയ്ക്കുന്നത്. അല്ല അധികം അങ്ങ് കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഗ്രേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയാവും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വിരൽ കൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങ് ഉടച്ചാലും മതി. ഒട്ടും കട്ടയില്ലാതെ നല്ല പേസ്റ്റ് പോലെ അങ്ങ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുമ്പം നല്ല സ്മൂത്ത് ഫിനിഷ് ആയിരിക്കുമേ. ഇപ്പം അതിലോട്ട് ഞാൻ ചേർക്കുന്നത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, പൊടിയായിട്ട് അരിഞ്ഞ 1/2 കപ്പ് മല്ലിയിലയും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും, മാക്സിമം 1/4 ടീസ്പൂണ് ഉപ്പും, പിന്നെ 2 പൊടികളും കൂടി ആവശ്യമുണ്ട്. 1 കോൺഫ്ലോറും 1 ഇടിയപ്പത്തിനൊക്കെ നമ്മൾ എടുക്കുന്ന പൊടിയില്ലേ, പൊടിയും. അല്ല കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി മാത്രം ചേർത്താലും മതി കേട്ടോ. എനിക്ക് മൊത്തത്തിൽ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് അങ്ങ് വെന്തത് കൊണ്ട് തന്നെ എനിക്ക് വേണ്ടി വന്നത്, ഞാൻ ചേർത്തത് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറുമാണ്. ഓരോ പൊട്ടറ്റോയുടെയും വലിപ്പമനുസരിച്ചും വേവനുസരിച്ചും ഒക്കെ ചിലപ്പം പൊടികളുടെ അളവിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരുമായിരിക്കും കേട്ടോ. ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പാകത്തിനാണ് നമ്മൾ അരിപ്പൊടിയോ കോൺഫ്ലവറോ ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ കയ്യിൽ ഞാൻ കണ്ടല്ലോ കുറച്ച് ബട്ടർ എടുത്തിട്ട് 2 കയ്യിലും കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് മയമാക്കി കൊടുത്തിട്ട് നമ്മൾ കട്ട്ലറ്റൊക്കെ ഷേപ്പ് ചെയ്യുമല്ലോ, ആ ഒരു ഷേപ്പിൽ ആക്കി കൊടുക്കുക. അല്ല ഇത് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഉരുട്ടി നീളത്തിൽ ഉരുട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെ ഉന്നക്കായുടെ ഷേപ്പിൽ തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ആലു ടിക്കി എന്ന് പറയുമ്പം ഈ ഒരു ഷേപ്പിലാണ് കൂടുതൽ കാണുന്നത്. ഇത് ഞാനൊരു ഇച്ചിരി വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. നല്ല വലിയ 2 പൊട്ടറ്റോ ആയിരുന്നു കേട്ടോ. ആ ഒരളവിലെടുത്തപ്പോൾ എനിക്ക് 12 എണ്ണമാണ് കിട്ടിയത്. 6 എണ്ണമേ ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്നുള്ളൂ. പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഞാൻ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ബാക്കി 6 എണ്ണം ഫ്രൈ ചെയ്തത്. ഇതിലിനിയും കാര്യമായിട്ടൊന്നും വലുതായിട്ട് കുക്കാവാനില്ലാത്തത് കൊണ്ട് തന്നെ ഒരുമാതിരി നല്ല ഫ്ലെയിമിൽ വേണം ഇട്ട് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനേ. അല്ല തീരെ കുറഞ്ഞ ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ ഇത് വല്ലാതെ അങ്ങ് എണ്ണ കുടിക്കും. ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പുറമൊക്കെ നല്ല ക്രിസ്പായിരിക്കും, അകം നല്ല സോഫ്റ്റും ആയിരിക്കും. മല്ലിയില കൊണ്ട് തയ്യാറാക്കുന്ന ചട്നിയാണ് ഈ ആലു ടിക്കിക്ക് ഏറ്റവും നല്ലത് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും എളുപ്പം നമുക്ക് സോസ് കൂട്ടി കഴിക്കാനാണ്. മല്ലിയില കൊണ്ടുള്ള ചട്നി തയ്യാറാക്കാൻ എനിക്ക് മടിയായതുകൊണ്ട് തന്നെ ഞാൻ സോസ് കൂട്ടിയാണ് കഴിച്ചത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അങ്ങ് അരിഞ്ഞ് ചേർക്കാനും ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ സ്നാക്കിൻ്റെ പുറമശം എത്ര ക്രിസ്പിയാണെന്ന് നിങ്ങളിതിന് കേൾപ്പിച്ച് തരാമേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസും വീഡിയോയും ഒക്കെ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്